ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ ഒമാനും ഇറാനും തമ്മിൽ ചർച്ചകൾ തുടരുന്നതെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. നിലവിൽ ഹോർമൂസ് വഴി എണ്ണക്കപ്പലുകൾ തടസ്സമില്ലാതെ പോകുന്നുണ്ടെന്നും ഉടൻ തന്നെ ഇരു രാജ്യങ്ങളും അന്തിമ ധാരണയിലെത്തുമെന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞത്. കൂടാതെ ഇറാന്റെ ആണവ നിരായുധീകരണമാണ് അമേരിക്കയുടെ അന്തിമ ലക്ഷ്യമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി. Well, I think there's two things to talk about when there's a deal. There's the big deal, which is the one that has to do with their nuclear ambitions. They can never have a nuclear weapon. The president's been clear about that. So the denuclearization of Iran is the ultimate deal. I think the immediate deal, and the one that you're seeing a lot of focus on, is the Straits. The Straits, there are ships moving through the Straits. There's oil moving right now through the Straits. So the Straits are open. Nonetheless, I think that there's a conversation and a negotiation that we are involved in between Oman and Iran on how more ships can be able to go through there safely in the short term as we move towards these longer term talks about denuclearization. And suffice it to say, there's been progress made in those talks, but not finality yet. We're hoping that will happen very shortly. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഇറാന്റെ ആണവിതരായുധീകരണമാണ് അമേരിക്കയുടെ അന്തിമ ലക്ഷ്യമെന്നാണല്ലോ മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത്. പറയൂ. ഗോപിക, തീർച്ചയായും ഇറാന്റെ ആണവ നിരായുധീകരണമാണ് തങ്ങളുടെ അന്തിമ ലക്ഷ്യമെന്ന് US പ്രസിഡന്റും അതുപോലെ തന്നെ മാർക്കോ റൂബിയോ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ നേതാക്കളും കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹോർമൂസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെ സ്വതന്ത്രമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ഒമാൻ ഇറാനുമായി ചർച്ചകൾ തുടരുന്നുണ്ട്. പക്ഷേ അന്തിമ ധാരണയിൽ ഇതുവരെ എത്തിയിട്ടില്ല. വൈകാതെ തന്നെ അന്തിമ ധാരണയിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് മാർക്കോ റൂബിയോ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം കൂടി ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വരുന്നത് ചില മാനദണ്ഡങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ്. അതായത് ഈ ഹോർമൂസിലേക്ക് കടക്കുന്ന കപ്പലുകളിലെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്നൊരു നിലപാടും, അതുപോലെ തന്നെ ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ മറ്റു കപ്പലുകളുടെ പൂർണ്ണമായ നിരീക്ഷണം നടത്താനുള്ള അനുമതി ലഭിക്കണമെന്ന് ഉള്ള ഒരു നിലപാടുമാണ് പ്രധാനമായും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളെ ഒന്നും തന്നെ അന്തിമമായി അംഗീകരിച്ചിട്ടില്ല ഈ ചർച്ചയിലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സ്വതന്ത്രമായ കപ്പൽ ഗതാഗതം ഹോർമൂസിലൂടെ ഉറപ്പാക്കുക എന്ന കൃത്യമായ നീക്കം തന്നെയാണ് യുഎസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സമാധാന ചർച്ചകളുടെ ഭാഗമായി ഇത്തരം നീക്കങ്ങൾ തുടരുകയും തുടർ നടപടികളുടെ ഭാഗമായി അന്തിമ ധാരണയിലെത്തുന്നതിനുള്ള നീക്കങ്ങൾ തുടരുന്നുവെന്നാണ്, ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൻ ന്യൂസ് ആണ് വിവരങ്ങൾ വ്യക്തം.